നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. അപ്പൊ ഇവിടെ ഭഗവാന്റെ ആ ഒരു മനസ്സിലിരിപ്പ് എന്തൊക്കെയാണെന്ന് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് വ്യക്തമാവും. എന്തുകൊണ്ടായിരുന്നു ഭഗവാൻ അത് തിരിച്ച് സത്രാജിത്തിന് തന്നെ കൊടുത്തത് എന്ന് പറയാണ്. 7ാമത്തെ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്തേയ ദാഹകഥയാ അധ കൗന്തേയ ദാഹകഥയാധ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മഗിരാ നിപാത്യ സത്രാജിതം ശതധനുഃ മണിം ആജഹാര ശതധനുർമണിമാജഹാര. ത്വയി ഭഗവാനെ അങ്ങ് വ്രീളാകുലാം ലജ്ജാശീലയായ സത്യഭാമാം, ഇപ്പോൾ പുതിയ പെണ്ണ് സത്യഭാമയാണ്. അപ്പൊ അതുകൊണ്ട് സത്യഭാമയുമായിട്ട് രമയതി രമിച്ചുകൊണ്ടിരിക്കെ, അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിലാണ് അറിയുന്നത് ഹസ്തിനാപുരിയിൽ വെച്ചിട്ട് ആ പാണ്ഡവന്മാരെ അരക്കില്ലത്തിൽ വെച്ച് ചുട്ട് കളഞ്ഞു, അല്ലെങ്കിൽ അവർ വെന്തു വെണ്ണീറായി എന്ന വാർത്ത ഹസ്തിനപുരിയിൽ നിന്നും ദ്വാരകയിലിരിക്കുന്ന ഭഗവാൻ അറിഞ്ഞു. അതാണ് അഥ ആ സമയത്തൊരിക്കൽ കൗന്തേയ കുന്തിപുത്രന്മാരുടെ ദാഹകഥയ അവർ വെന്തുവെണ്ണീരായി എന്ന ആ ഒരു വൃത്താന്തം കേട്ടിട്ട് ഭഗവാൻ ഉടനെ തന്നെ കുരൂൻ പ്രയാതെ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഇതേ സമയം ഇവിടെ മറ്റൊരു അഹിതമായിട്ടുള്ള ഒരു ആപത്ത് ഇവിടെ സംഭവിച്ചു. അതാണ് പറയുന്നത് ഹീ കഷ്ടം തന്നെ ശതധനുഹു ആ ശതധന്വാവ്, ഈ ശതധന്വാവിനാണ് സത്യഭാമയെ കല്യാണം കഴിപ്പിക്കാമെന്ന് സത്രാജിത്ത് വാക്കുകൊടുത്തത്. അപ്പൊ ആ ശതധന്വാവ് ഗാന്ധിനേയ കൃതവർമ്മഗിര, ഗാന്ധിനേയൻ അക്രൂരൻ, അക്രൂരന്റെയും കൃതവർമാവ് എന്ന മറ്റൊരു യാദവന്റെയും ഗിര വാക്ക് കേട്ടിട്ട് സത്രാജിതം ആ സത്രാജിത്തിനെ നിപാത്യ നിഗ്രഹിച്ചിട്ട് മണിം ആജഹാര ആ സ്യമന്തകരത്നത്തെ തട്ടിയെടുത്തു. അപ്പൊ ഇവിടെ നേരത്തെ മേൽപ്പത്തൂർ പറഞ്ഞുവല്ലോ, ഭഗവാനെ അങ്ങ് എന്തിനായിരുന്നു ആ മണി തിരിച്ചു കൊടുത്തത്? അങ്ങയുടെ ആ ഒരു തീരുമാനങ്ങളൊക്കെ എന്തൊക്കെ കണക്ക് കൂട്ടിയിട്ടാണെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇപ്പോഴിതാ അതിന്റെ ഒരു അർത്ഥം വ്യക്തമാവുകയാണ്. ഈ സത്യഭാമയോടൊന്നിച്ച് അങ്ങനെ സുന്ദരമായിട്ട് ഭഗവാൻ ജീവിച്ചു വരവേ അപ്പോഴാണ് തന്റെ അച്ഛൻ പെങ്ങളായിട്ടുള്ള കുന്തിയും മക്കളും ഈ കൗരവരുടെ ആ ഒരു ചതിയിൽപ്പെട്ട് അരക്കില്ലത്തിൽ വെച്ച് അവർ വെന്ത് മരിച്ചു എന്ന ഒരു വാർത്ത ഇവിടെ എല്ലായിടത്തും പരന്നു. അങ്ങനെ ദ്വാരകയിലും എത്തി. അത് കേട്ട ഉടനെ തന്നെ ഭഗവാൻ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. ഇതേ സമയം ഇവിടെ ഒരു പക്ഷേ ഭഗവാന്റെ പ്രേരണയാൽ, കാരണം ഈ സത്രാജിത്ത് കൊല്ലപ്പെടണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ, അത് ഭഗവാനെ ആയാൽ പോലും അപവാദം പറഞ്ഞു പരത്താൻ പാടില്ല.
അത്രയും നീചമായ ഒരു കൃത്യമാണ് ഇവിടെ സത്രാജിത്ത് ചെയ്തത്. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ ഭഗവാൻ ക്ഷമിച്ചു എന്ന് വരുത്തിയതാണ് യഥാർത്ഥത്തിൽ. മാത്രമല്ല ഇപ്പോൾ തന്റെ ഭാര്യയുടെ അച്ഛനാണ്. അങ്ങനെ ഒരാളെ നേരിട്ട് പോയി കൊല്ലുന്നത് ശരിയല്ല. എന്നാൽ സത്രാജിത്ത് വധിക്കപ്പെടേണ്ടവനാണ്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത്രയും നല്ല ഒരാളെ കുറിച്ചിട്ട്. കാരണം ഭഗവാൻ ഇതുവരെ ഒരു കള്ളമോ ചതിയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ ഒരിക്കൽ ഒന്ന് ചോദിച്ചു പോയി എന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഭഗവാൻ അത് എടുത്തു എന്ന് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയും അത് പറഞ്ഞു പരത്തുകയും ചെയ്തു. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് പോലും ഈ സത്രാജിത്ത് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സത്രാജിത്ത് വധിക്കപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ അത് ഭഗവാനാൽ ആവാനും പാടില്ലായിരുന്നു. അതിനുവേണ്ടി ഭഗവാൻ ഇവിടെ ഒരു കളി കളിക്കുകയാണ്. ഇവിടെ സത്യത്തിൽ പരമഭക്തനാണ് അക്രൂരൻ എന്ന് നമുക്ക് മുൻപുള്ള ഒരു ദശകത്തിൽ നിന്ന് മനസ്സിലായിരുന്നു. എന്നാൽ ആ അക്രൂരന്റെ മനസ്സിൽ പോലും ഒരു വിഷം കുത്തി എന്ന പോലെ, ഒരു വിഷബാധയേറ്റെന്ന പോലെ അക്രൂരൻ, അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധുവായിട്ടുള്ള കൃതവർമാവ്, ഇവര് രണ്ടുപേരും കൂടെ ഈ ശതധന്വാവിനെ പറഞ്ഞ് പിരികേറ്റുകയാണ്. അതായത് നിനക്ക് തരാൻ വേണ്ടി വച്ചിരുന്ന അല്ലെങ്കിൽ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരുമെന്ന് പറഞ്ഞിരുന്ന ആ സത്യഭാമയെ എങ്ങനെയാണ് സത്രാജിത്ത് ഈ വാക്കുമാറ്റി, അങ്ങനെ വാക്കുമാറ്റിയ വഞ്ചകനല്ലേ അയാൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ഈ ശതധന്വാവിന്റെ കൂടെ കൂടിയിട്ട് അക്രൂരനും കൃതവർമാവും ഇങ്ങനെ പറഞ്ഞ് അവന്റെ ഉള്ളിൽ, ആ ശതധന്വാവിന്റെ ഉള്ളിൽ സത്രാജിത്തിനോട് ഒരു വൈരം വളർത്തിക്കൊടുത്തു. അങ്ങനെ ആ ശതധന്വാവ് ഒരു ദിവസം ഉറങ്ങിക്കിടന്നിരുന്ന ഈ സത്രാജിത്തിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ കൊന്നിട്ട് ആ സ്യമന്തകമണി കൈക്കലാക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഹി എന്നതുകൊണ്ട് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത് തീർച്ചയായും നമുക്കും ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. കാരണം ഇത്ര ഭക്തനായിട്ടാണ്, അത്രയും ഭക്തനായിട്ടാണ് നമ്മൾ അക്രൂരനെ കണ്ടത്. അങ്ങനെ ഒരു അക്രൂരന് ഇങ്ങനെ ഒരു ദുർബുദ്ധി ഉണ്ടായല്ലോ എന്ന ആ ഒരു കവിയുടെ ആശ്ചര്യമാണ് അവിടെ ഹീ കഷ്ടം, ഇങ്ങനെയൊക്കെ മനുഷ്യൻ മാറുമോ എന്ന ഒരു വാക്കിലൂടെ മേൽപ്പത്തൂർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇതും നമുക്ക് തെളിഞ്ഞു വരും പിന്നീട് എന്തുകൊണ്ട് അക്രൂരനെ ഇതിന് നിയോഗിച്ചു എന്ന്. മേൽപ്പത്തൂർ തന്നെ ഇതിനൊരു സമാധാനം ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കും ബോധ്യമാവും അങ്ങനെ തന്നെ ആവാം എന്ന്. എന്തായാലും ഇവിടെ സത്രാജിത്ത് കൊല്ലപ്പെടുക എന്നത് ഭഗവാന്റെ ഒരു നിശ്ചയമായിരുന്നു. അതിനുവേണ്ടി ഉള്ള ഒരു നാടകമായിരുന്നു ഇവിടെ അരങ്ങേറിയത്. അങ്ങനെ സത്രാജിത്ത് കൊല്ലപ്പെട്ടു. ഈ ശതധന്വാവ് ആ സ്യമന്തകമണിയെ കട്ടെടുക്കുകയും ചെയ്തു. ശ്ലോകം 7. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരുൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ മഹത്തുക്കളെയും പിതൃജനങ്ങളെയും ഓർക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പനെയും ഭട്ടതിരിപ്പാടിനെയും വേദവ്യാസ മഹർഷിയെ നമസ്കരിക്കുന്നു. നാരായണീയത്തിലെ 80-ാം ദശകം ശ്ലോകം 7 ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ മറ്റൊരു കഥ ഇതിൽ കാണാം. സത്യഭാമയെ സ്വീകരിച്ച ശേഷം സത്യഭാമയായിട്ടുള്ളതായ ആ വിവാഹ ജീവിതം ആരംഭിച്ചു. അതിരസകരമായിട്ടും സത്യഭാമയും സന്തോഷിപ്പിച്ചുകൊണ്ടും പ്രീതിപ്പെടുത്തിക്കൊണ്ടും രമിപ്പിച്ചുകൊണ്ടും അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് ദിവസം ആയപ്പോഴാണ് ചാരന്മാർ മുഖേന ഒരു കാര്യമറിഞ്ഞത്. പാണ്ഡവന്മാരെ കൗരവന്മാർ അരക്കില്ലത്തിലിട്ട് വധിച്ചു എന്നൊരു കഥയാണ് കേട്ടത്. അതൊന്നും അറിഞ്ഞിരിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. എങ്കിൽ കൂടിയിട്ടും ബന്ധുജനങ്ങൾ എന്ന നിലയ്ക്കും ലോകമര്യാദ അനുസരിച്ചും
അധികം അതിൻ്റെ സത്യാവസ്ഥ അറിയാനെന്ന ഭാവേന ഹസ്തിനപുരത്തിലേക്ക് ബലരാമനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നോക്കൂ, ഭക്തരുടെ കാര്യം വരുമ്പോൾ സ്വന്തം ഭാര്യമാരെ പോലും മാറ്റി നിർത്താൻ ഭഗവാൻ തയ്യാറാണെന്നർത്ഥം. അതും കൂടി ഇവിടെ ഒരു സൂചനയുണ്ട്. ഭക്തവാത്സല്യം വളരെ അധികമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ ഹസ്തിനപുരത്തിൽ പോയ ആ സമയത്ത് കൃതവർമാവ്, ഭഗവാന്റെ സേനാനായകൻ എന്ന് പറയാം, അദ്ദേഹവും അക്രൂരനും കൂടിയിട്ട് നല്ല മനസ്സുള്ളവരാണവർ. പക്ഷേ ചില സമയത്ത് ചില മോശപ്പെട്ട വിചാരം വരാലോ എന്നുള്ളത് സൂചിപ്പിക്കുന്ന പോലെയാണ്. അതും ഈശ്വര ഇച്ഛ തന്നെയാണെന്ന് കണക്കാക്കാം. അവർ ശതധന്വാവ് എന്ന് പറയുന്നതായ യാദവൻ, ആ ശതധന്വാവിന് വാക്കുകൊണ്ട് സത്യഭാമയെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സത്രാജിത്ത്. അപ്പോൾ അവർ ഈ ശതധന്വാവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, തനിക്കൊന്നും ഒരു ലജ്ജ തോന്നുന്നില്ലേ? തനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞതായ ആ കന്യകയാണല്ലോ സത്യഭാമ. ആ വാക്ക് തെറ്റിച്ചുകൊണ്ട് സത്രാജിത്ത് ആ കുട്ടിയെ, ആ കന്യകയെ ഭഗവാന് കൊടുത്തു, ശ്രീകൃഷ്ണന് കൊടുത്തു. നാണം വേണം തനിക്കൊക്കെ, ഒരു ആണത്തൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു പ്രതികാര ബുദ്ധി ഉണർന്നത്രേ ആ ശതധന്വാവ് എന്ന് പറയുന്നതായ ആ യാദവനിൽ. ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും അവരുടെ താളത്തിനും ഒപ്പം തുള്ളാൻ പോയാൽ നമ്മുടെ ഉള്ളിലെ വിചാരം വിട്ട് വികാരത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ പോയി എന്ന് വരാം. ഏതായാലും ഒരു പ്രതികാര മനസ്സ് ഉണർന്നതായ ആ ശതധന്വാവ് അവരുടെ വാക്കിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്നതായ സത്രാജിത്തിനെ വധിച്ച് മണിയെടുത്തു കയ്യിൽ. അങ്ങനെ ആ ഒരു പ്രതികാരം തീർത്തു എന്നുള്ള മനസ്സായി, ഒരു സമാധാനമായി എന്ന് വിചാരിക്കാം. പക്ഷെ അതൊന്നും ഒരു സ്ഥിരമായ അവസ്ഥയല്ലല്ലോ. അങ്ങനെ സത്രാജിത്ത് വധിച്ച് മണി കൈക്കലാക്കി ശതധന്വാവ്. വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ. ആലോചിച്ച് നോക്കൂ, സത്യഭാമ അവിടെയുണ്ട്, തൻ്റെ പിതാവ് വധിക്കപ്പെട്ടു എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നും അറിയാത്തൊരവസ്ഥയായിപ്പോയി ആ ഒരു സത്യഭാമയ്ക്ക്. ജീവിതത്തിൽ ഉണ്ടാവാലോ ഇങ്ങനെയൊക്കെ പ്രതികാര മനസ്സ്, ഉപകാര മനസ്സ്, പ്രത്യുപകാര മനസ്സ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിന്തിക്കാൻ നല്ല കഴിവുണ്ടാവണം നമുക്ക്. പലപ്പോഴും സ്ഥലകാല ബോധം ഉണ്ടാവണം നമുക്ക്. വസ്തുതകളെ വിവേക ബുദ്ധിയോടുകൂടി തിരിച്ചറിയാൻ സാധിക്കണം. അല്ലെങ്കിൽ നമുക്കും ഇങ്ങനെയുള്ളതായ ചില പ്രതികാര മനസ്സൊക്കെ ഉണ്ടായി എന്ന് വരാം. പ്രതികാര ബുദ്ധി ഉണ്ടായാൽ സ്വയം മറന്നുപോകും പലരും. അങ്ങനെ സത്രാജിത്തിനെ വധിച്ചു. ഭഗവാൻ ഹസ്തിനപുരത്തിലാണ് താനും. അങ്ങനെയുള്ളതായ അവസ്ഥ എന്ത് ചെയ്തു സത്യഭാമ എന്ന് നമുക്ക് നോക്കാം. ഹരിശരണം.